എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. വിവിധ സ്കീമുകളിലായി 55 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ, 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ, 7 ലക്ഷത്തോളം വരുന്ന NSP പെൻഷൻ ഗുണഭോക്താക്കൾ, വിവിധ സ്കീമുകളിലായി ഉൾപ്പെട്ടിട്ടുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മാത്രം 3 മാസത്തിലെ പെൻഷൻ തുകയായ 4800 രൂപ വീതമാണ് കുടിശ്ശികയുള്ളത്. കുടിശ്ശിക പെൻഷനും ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു വിഭാഗം പെൻഷനും, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, പെൻഷനുകാർക്കുള്ള ക്ഷാമബത്ത, ക്ഷമാശ്വാസം എന്നിവയടക്കമുള്ള വിതരണവും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആരംഭിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും സംസ്ഥാനത്തിന് കൂടുതൽ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാർ നടപടികൾ വേഗത്തിലാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആദ്യഘട്ടമെന്നോണം മാർച്ച് മാസത്തിലെ 1600 വീതം വരുന്ന ആഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ ഒരു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശികയും ചേർത്ത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തേക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 2025 ഫെബ്രുവരി മാസം വരെ പെൻഷൻ തുക ഒരു മുടക്കവും കൂടാതെ ലഭ്യമായ എല്ലാ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിലെ തുക കൂടി എത്തിച്ചേരും. സുരക്ഷാ പെൻഷനുകൾ മാത്രം കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ക്രമീകരിക്കുകയും പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വർധനവ്, പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ, തനതു മാസത്തിലെ പെൻഷൻ തുക എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഗുണഭോക്താക്കൾ തനത് പെൻഷൻ തുകയും ഒരു ഗഡു പെൻഷൻ ചേർത്ത് 4800 രൂപ വീതം എത്തിച്ചേരും. മാർച്ച് മാസത്തിലെ ചെലവുകൾ, പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയിലേക്കായി 6000 കോടി രൂപയുടെ കടപ്പത്ര ലേലം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചൊവ്വാഴ്ച മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇക്കുബർ പോർട്ടൽ വഴി നടക്കാൻ പോകുന്നതിന് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം വീണ്ടും അനുമതി നൽകിയത്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ നിലപാടാണ് നിലവിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനവും പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിനും കേരളത്തിന് ആശ്വാസം നൽകിയിരിക്കുന്നത്. പെൻഷൻ തുകയും കുടിശ്ശികയും ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. വരും ദിവസങ്ങളിലെ എല്ലാ പെൻഷൻ അറിയിപ്പുകളും സർക്കാർ വാർത്തകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.